ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്ത ജനകല്യാണി നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഇന്ന് നമ്മളുടെ പൂജ്യ സ്വാമി ചിന്മയാനന്ദജിയുടെ ആരാധനാ ഡേ ആണ്. ആരാധനാ ദിനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാത്മാക്കൾ സാധാരണ രീതിയിൽ മഹാത്മാക്കളുടെ ജയന്തിയും അതുപോലെ തന്നെ മഹാത്മാക്കളുടെ ആരാധനാ ഡേ, ആരാധനാ ദിനം, ഇതൊക്കെ നമ്മളെ പോലുള്ളവര് അവരുടെ ശിഷ്യരാണ് എന്ന് അവകാശപ്പെടുന്നവര് ഒക്കെ വളരെയധികം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിനമാണ്. സാധാരണ സാധാരണ നമ്മൾ ലോകത്ത് കാണുന്നത് ഒരാളിപ്പോ അദ്ദേഹം വളരെ വലിയ ഒരു മഹാനായിരുന്നു, അദ്ദേഹത്തിന്റെ ജീവിതകാലം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ചിലപ്പോൾ ഒരു 1-2 വർഷമൊക്കെ ഒരു അനുസ്മരണ സമ്മേളനം ഒക്കെ കണ്ടെന്നിരിക്കാം. അതല്ല എങ്കിൽ കുറച്ചുകൂടിയൊക്കെ വളരെ ഒരാളായിരുന്നു എങ്കിൽ ഒരു കുറെ വർഷങ്ങൾ ചിലപ്പോ കണ്ടെന്നിരിക്കാം. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് എത്രയെത്ര ചിലപ്പോൾ യുഗങ്ങളോളം നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ അതുപോലെയാണ്. അപ്പൊ ആരാണ് ഈ പൂജ്യസ്വാമി ചിന്മയാനന്ദജി എന്നാണെങ്കിൽ ചിന്മയ മിഷൻ എന്നുള്ള ഒരു ആഗോള ആത്മീയ സംഘടനയുടെ സ്ഥാപകനും അതിന്റെ പുറകിലുള്ള പ്രചോദനം, അതാണ് പൂജ്യസ്വാമിജി ചിന്മയാനന്ദജി. കേരളത്തിൽ ജനിച്ച്, കേരളത്തിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത്, നമ്മൾക്കൊക്കെ അറിയാം അത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ജീവിതം നമ്മളൊന്നൊരു ഓട്ടപ്രദക്ഷിണം ചെയ്യുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾക്ക് എപ്പോഴും പ്രചോദനം അദ്ദേഹം തന്നെയാണ്. അത് ഒന്നുകൂടി ഒന്ന് ശക്തമാക്കാൻ, ഊർജിതമാക്കാനായി കൊണ്ടിട്ട് മഹാരാജാസ് കോളേജിൽ നിന്ന് ബിരുദവും അതിനുശേഷം പിന്നീട് ലക്നൌവിൽ പോയി. എന്തിനാണ് ഈ ലക്നൌവിൽ പോയതെന്നാണെങ്കിൽ അന്നത്തെ കാലത്ത് 2 PG അല്ലെങ്കിൽ 2 കാര്യങ്ങൾ, 2 സബ്ജക്റ്റ് ഒരേ സമയം ചെയ്യാനായിട്ട് അവിടെയായിരുന്നു സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോ ലക്നൗ സർവകലാശാലയിൽ നിന്ന് MA ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും അതോടൊപ്പം തന്നെ നിയമ പഠനവും ഒരുമിച്ച് ചെയ്യാനായിട്ട് സാധിച്ചു. അതുകൊണ്ടായിരുന്നു അദ്ദേഹം ലക്നൌവിലേക്ക് പോയത്. അപ്പൊ ഒരിക്കല് അദ്ദേഹം നിയമ വിദ്യാർത്ഥി ആയിരുന്ന സമയത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ജീവിതത്തിൽ വളരെ ഉയർന്ന വിജയമൊക്കെ നേടിയിട്ടുള്ള ഒരു ബാരിസ്റ്റർ, ഈ ബാരിസ്റ്റർ എന്നുള്ളതിന് മലയാള ഭാഷയില് ഒരു ഉന്നത അഭിഭാഷകൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉന്നത അഭിഭാഷകന്റെ അടുത്ത് ഇദ്ദേഹം ചെന്നു. കാരണം മറ്റുള്ള കുട്ടികളെ, സഹപാഠികൾ അദ്ദേഹത്തെ പറഞ്ഞയച്ചതാണ് ഈ ബാരിസ്റ്ററെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാനായിക്കൊണ്ടിട്ട്. കാരണം കുട്ടിക്കാലം മുതലേ ഗുരുദേവനില് നമ്മൾ പൂജ്യസ്വാമി ചിന്മയാനന്ദജിയെ ഗുരുദേവൻ എന്നാണ് ആദരപൂർവ്വം അഭിസംബോധന ചെയ്യുക. അപ്പൊ ഗുരുദേവനിലുള്ള ഈ ഒരു നേതൃത്വ പാഠവും ഉണ്ടല്ലോ, അത് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സഹപാഠികള് അദ്ദേഹത്തെ, ഈ ഉന്നത അഭിഭാഷകനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാനായിക്കൊണ്ടിട്ട് പറഞ്ഞയച്ചത്. അപ്പോ ഇദ്ദേഹത്തോട് ധൈര്യപൂർവം ഗുരുദേവ് ചോദിക്കുകയുണ്ടായി, വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് സക്സസ്? ജീവിതത്തിലെ വിജയത്തിന്റെ രഹസ്യം എന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോ ആ ബാരിസ്റ്റർ മറുപടി പറഞ്ഞത്, വർക്ക് ലൈക്ക് എ ഹോഴ്സ് ആൻഡ് ലീവ് ലൈക്ക് എ ഹെർമിറ്റ്. അതായത് കുതിരയെ പോലെ പണിയെടുക്കുക, എന്നിട്ടോ കഴുതയെ പോലെ ജീവിക്കാനാണോ? അല്ല, കുതിരയെ പോലെ പണിയെടുക്കുക, എന്നിട്ട് ഒരു സാധുവിനെ പോലെ, ഒരു സാധു സന്യാസിയെ പോലെ ജീവിക്കുക. അപ്പോ വിജയം ഉറപ്പാണ്. ആ വിജയം നമ്മൾക്ക് അന്ന് ആ ഒരു നിയമ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ആ മെസ്സേജ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഹി ഡിഡ് സോ. അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ വിജയം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ആ നിയമ പഠനത്തിനും ഒക്കെ ശേഷം പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിലും പിന്നീട് ജയിലിലും, ആ ജയിലിൽ നിന്നും ആരോഗ്യം മോശമാണ് എന്നുള്ള കാരണത്താല് തെരുവിലേക്കും പുറത്താക്കപ്പെട്ടു. ആ തെരുവിൽ കിടന്നപ്പോൾ പോലും ഒരു അമ്മ വന്നിട്ട് തന്റെ മകന്റെ മൂക്കിനോട് സാദൃശ്യമുണ്ട് എന്ന് കരുതി അങ്ങനെയാണ് അദ്ദേഹത്തെ അവിടെ നിന്നും രക്ഷിച്ചത്. നോക്കൂ, ഒരു മൂക്കിന് പോലും നമ്മെ രക്ഷപ്പെടുത്താൻ സാധിക്കും. നമുക്കറിയാം ഹരിശ്ചന്ദ്രന്റെ കഥയിലൊക്കെ ഹരിശ്ചന്ദ്രന്റെ മകൻ രോഹിതിന്റെ വിരല് കണ്ടിട്ടാണ് അച്ഛൻ തിരിച്ചറിഞ്ഞത് അത്രേ. അപ്പോ എന്താ പറഞ്ഞു വന്നത്, മൂക്കിനും വിരലിനും ഒക്കെ
നമ്മെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. പിന്നീട് അവിടെ നിന്നും പത്രപ്രവർത്തകനായിട്ടുള്ള ഒരു ഗുരുദേവ്, പത്രപ്രവർത്തകനായിട്ടുള്ള ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന് മോച്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെരുപ്പ് കുത്തി എന്നുള്ള ഒരു അപരനാമത്തില് അനവധി ലേഖനങ്ങൾ എഴുതുന്നു. അതിനുശേഷം പിന്നീട് ഋഷികേശിലും ശിവാനന്ദ സ്വാമികളുടെ അടുത്തുള്ള കണ്ടുമുട്ടല്. അപ്പൊ ആ ശിവാനന്ദ സ്വാമികളാണ് എങ്കിലോ സാധുത്വം രൂപം പൂണ്ടിരിക്കുന്ന ആ സ്വാമികളിൽ നിന്നും വളരെയധികം ആ സ്വാമിജി ആ സമയത്ത് വളരെയധികം അഭ്യസ്ത വിദ്യരായിട്ടുള്ളവരെ ആകർഷിച്ചിരുന്നു. അപ്പൊ അവിടെ നിന്നും വലിയ മാറ്റമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. കാരണം അത്രമാത്രം പ്രചോദനമാണ് ആ സ്വാമികളിൽ നിന്നും ഗുരുദേവന് കിട്ടിയത്. അപ്പോ കാരണം അദ്ദേഹം കണ്ടു മനസ്സിലാക്കുകയാണ്, സാധു സന്യാസിമാര് വെറുതെ ഇരുന്ന് സമയം കളയുന്നവരുമല്ല, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി വന്നവരും ഒന്നുമല്ല, ജീവിതത്തെ വഞ്ചിക്കുകയോ അങ്ങനെ ആരെയും വഞ്ചിക്കുകയോ ഇതൊന്നുമല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതമാണ് അവർ നയിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ താൻ ധരിച്ചത് തെറ്റായിട്ടുള്ള ധാരണ അത് തിരുത്താനുള്ള ആ ഒരു ധൈര്യം, പിന്നീട് ഗുരുദേവും സന്യാസിയായി തീരുകയാണ്. ശിവാനന്ദ സ്വാമികളാണ് എങ്കിൽ അദ്ദേഹത്തിന് സ്വാമി ചിന്മയാനന്ദ എന്നുള്ള ഒരു നാമമാണ് കൊടുത്തത്. ചിന്മയം എന്നുള്ളത് കൊണ്ട് ശുദ്ധമായിട്ടുള്ള ചൈതന്യം, ശുദ്ധമായിട്ടുള്ള ബോധം അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള ആനന്ദം എന്നൊക്കെയാണ് അർത്ഥം കൽപ്പിക്കുക. അദ്ദേഹം അതായിരുന്നുവല്ലോ. പിന്നീട് നമ്മൾക്ക് കാണാം ജ്ഞാനത്തിനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ദാഹം, വീണ്ടും 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 പഠിക്കണം എന്നുള്ള ആ ഒരു അഭിവാഞ്ച, അതാണ് അദ്ദേഹത്തെ തപോവന സ്വാമികളുടെ അടുക്കല് കൊണ്ടെത്തിച്ചത്. തപോവന സ്വാമികളാണ് എങ്കിലോ പേരുപോലെ തന്നെ അദ്ദേഹം തപസ്സിന്റെ മൂർത്തിമത് ഭാവമായിട്ട് ഇരിക്കുന്ന തപോവന സ്വാമികള്. ആ തപോവന സ്വാമികളുടെ അടുക്കൽ നിന്നും പ്രധാനമായിട്ട് ഉപനിഷത്തുക്കളും എല്ലാം പഠിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് ഗംഗാദേവി ഇങ്ങനെ കൂലം കുത്തി ഒഴുകുന്നത് കണ്ടപ്പോൾ ആ ഗംഗാദേവിയെ പോലെ ജ്ഞാനഗംഗയായിട്ട് ഞാൻ എല്ലായിടത്തും എത്തണം, എല്ലായിടത്തും ഈ ജ്ഞാനഗംഗയെ എല്ലായിടത്തും എത്തിക്കണം. അപ്പൊ അതിൽ നിന്നും എന്താ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട് എങ്കിൽ ഗുരു ഉൾപ്പെടെയുള്ള എല്ലാ സാധന സാമഗ്രികളും ഒക്കെ നമ്മൾക്ക് എത്തിച്ചേരും. അങ്ങനെ 2 ഗുരുക്കന്മാരുടെയും അനുഗ്രഹ ആശസ്സുകളോടുകൂടിയാണ് അദ്ദേഹം യജ്ഞം നടത്തിയത്. യജ്ഞത്തിലാണ് എങ്കിൽ കേരളത്തിൽ ജനിച്ച് വളർന്ന് പിന്നീട് ലക്നൌവിൽ ഉന്നത വിദ്യാഭ്യാസം നേടി, ഋഷികേശിലും അതുപോലെ തന്നെ ഉത്തരകാശിയിലും ഒക്കെയായി ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ പഠനവും ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് പൂനെയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ യജ്ഞം നടത്തിയത്. ഗുരുദേവനോട് തപോവന സ്വാമികൾ പറഞ്ഞിരുന്നു, 5 പേരെങ്കിലും ഉണ്ട് എങ്കിൽ നടത്തിയാൽ മതി. കാരണം അത് ഈശ്വരന്റെ അനുഗ്രഹമായിരിക്കാം. ഗുരുദേവ് ഉൾപ്പെടെ 5 പേരാണ് അത്രേ ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു വിജയഗാഥ ഇന്നും ശിഷ്യഗണങ്ങളിലൂടെ ഒക്കെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കാനായിട്ടും ഒക്കെ നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്നു, ചരിത്രം പഠിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ആ ജീവിതം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കർമ്മം, ഇതിൽ നിന്നുമൊക്കെ നാം എന്താണ് പഠിച്ചത്? അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എല്ലാവരും ഇപ്പോ ചിന്മയ മിഷനിൽ വർക്ക് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ചിന്മയ മിഷന്റെ സേവകരാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് എന്താണ് പഠിച്ചത് എന്നുള്ളത് വളരെ പ്രസക്തമാണ്. അദ്ദേഹത്തിന്റെ ആ ജീവിതം വളരെ വളരെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള ഒരു പ്രചോദനം അദ്ദേഹം നമ്മൾക്ക് എല്ലാവർക്കും തന്നിരുന്നു. അല്ലാതെ ഏതോ ഒരു താടിവാല എന്തൊക്കെയോ പറഞ്ഞു അത് കണ്ണു അടച്ചങ്ങോട്ട് വിശ്വസിക്കുകയൊന്നുമല്ല. അതിനെ അന്വേഷിച്ച് സത്യം അറിഞ്ഞിട്ട്, ഇനി സത്യത്തെ അറിഞ്ഞ് അതിലെ അധിഷ്ഠിതമാക്കാനായിട്ടുള്ള ആ സത്യത്തെ നമ്മൾ അനുവർത്തനം ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മളിൽ നിന്ന് ഉണ്ടാകണം. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പഠിച്ച ഒരു വലിയൊരു കാര്യമുണ്ട്. സന്യാസത്തെ താൻ വിചാരിച്ച പോലെ അല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ സന്യാസത്തെ തന്നെ സ്വീകരിക്കാനായിട്ട് അദ്ദേഹം തയ്യാറായി. അപ്പോ അദ്ദേഹത്തിന്റെ കർമ്മം ശരിക്കും ആ ബാരിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ എത്ര കാര്യങ്ങളാണ്. ഒരു ദിവസം വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമായിരുന്നു ഉറങ്ങിയിരുന്നത്. ബാക്കി മുഴുവനും കർമ്മനിരതനായിട്ടുള്ള ഒരു സാധുവിനെയാണ് നമ്മൾക്ക് ഗുരുദേവനിൽ കാണാനായിട്ട് സാധിക്കുക. ഇപ്പൊ പിന്നെയോ ശാസ്ത്രത്തിന്റെ പിന്നിലുള്ള ആ ഒരു യുക്തി ഭദ്രതയുണ്ടല്ലോ, ആ ആത്മീയതയിലെ യുക്തി,
അതിലൂന്നി നിന്നുകൊണ്ടാണ് അദ്ദേഹം ആ സന്ദേശത്തെ, ആ ആത്മീയതയുടെ പിന്നിലുള്ള യുക്തിഭദ്രത, ആ സന്ദേശത്തെ എല്ലാവർക്കും ലഭ്യമാക്കി കൊടുത്തു. ഇത് ഇന്നയാൾക്ക് പറ്റില്ല, ഇത് ഇന്ന അല്ലെങ്കിൽ സ്ത്രീക്ക് പറ്റില്ല, ഇങ്ങനെ ഒന്നുമില്ല, ആർക്കൊക്കെ ആഗ്രഹമുണ്ടോ എല്ലാവർക്കും ലഭ്യമാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അനേകരുടെ ഹൃദയത്തെ തൊട്ടറിഞ്ഞ അവരുടെ ജീവിതത്തെയൊക്കെ ഒരു പുതുജീവിതം അവർക്കൊക്കെ കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോ അദ്ദേഹത്തിന്റെ സന്ദേശം നമ്മൾ മാറൂ, നാം ആരെയും മാറ്റിമറിക്കാനോ ലോകത്തെ മാറ്റിമറിക്കാനോ ഒന്നും നടന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. നമ്മൾ മാറിയിട്ടുണ്ട് എങ്കിൽ നമ്മൾക്ക് തന്നെ അനുഭവവേദ്യമാകും ചുറ്റും മാറുന്നു എന്നുള്ള കാര്യം. പിന്നെ അദ്ദേഹത്തിന്റെ സന്ദേശം എപ്പോഴും പുഞ്ചിരിക്കൂ. വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. മറ്റു ചില ചിരികളൊക്കെ ഉണ്ട് കേട്ടോ. പുഞ്ചിരിക്കൂ, എപ്പോഴും ചിരിക്കൂ. കർമ്മനിരതരാകുമ്പോഴും കർമ്മം ചെയ്യുമ്പോഴും ഒക്കെ പുഞ്ചിരിക്കൂ. അങ്ങനെ നിരന്തരം പുഞ്ചിരിക്കാനായിട്ട് നമ്മൾക്ക് കഴിയണം. വളരെ കർമ്മബഹുലമായിട്ടുള്ള ഒരു ജീവിതം, അതും സാധുവിന്റെ എല്ലാ തരത്തിലുള്ള ഒരു സാധുവിന്റെ ലക്ഷണങ്ങളെല്ലാം നിറഞ്ഞു നിന്നുകൊണ്ട് കർമ്മബഹുലമായിട്ടുള്ള ഒരു ജീവിതം, അതിലൂടെ നമ്മൾക്കൊക്കെ വഴികാട്ടിയും നമ്മൾക്കൊക്കെ പ്രചോദനവുമായി തീർന്ന ആ ഗുരുദേവന്റെ പാദങ്ങളില് സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ചുകൊണ്ട് വിരമിക്കുന്നു. ഹരിയും.